സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ 10 വർഷത്തിലധികം കിടന്ന തടവുകാരെ വിട്ടയച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. 2011 VS സർക്കാരിന്റെ കാലത്ത് 209 തടവുകാർക്ക് ഇളവ് അനുവദിച്ച ഉത്തരവാണ് ഹൈക്കോടതി ഫുൾ ബെഞ്ച് റദ്ദാക്കിയത്. പുറത്തുവിട്ടവരുടെ വിവരങ്ങൾ ഗവർണർ 6 മാസത്തിനകം പുനഃപരിശോധിക്കണം. പരിശോധനയ്ക്ക് ശേഷം യോഗ്യതയില്ലെങ്കിൽ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കേണ്ടി വരും. ഷബ്ന സിയാദ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷബ്ന, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവിറക്കിയത്? എന്താണ് വിവരങ്ങൾ? 2011 സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി ഫുൾ ബെഞ്ച് റദ്ദാക്കിയിട്ടുള്ളത്. 10 വർഷത്തിൽ അധികം ജയിലിൽ കിടന്ന 209 തടവുകാരെ വിട്ടയക്കുന്നു എന്നതായിരുന്നു സർക്കാരിന്റെ ഉത്തരവ്. എന്നാൽ 10 വർഷം വരെ കാലാവധി പൂർത്തിയാക്കാത്തവരും ജീവപര്യന്തം തടവ് ശിക്ഷിച്ച ചിലരെയും ഇത്തരത്തിൽ വിട്ടയച്ചു എന്ന ചൂണ്ടിക്കാണിച്ച് നിരവധി ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. ഫുൾ ബെഞ്ച് രൂപീകരിച്ച ഈ കേസിൽ വാദം കേട്ടുകൊണ്ടിരുന്നത് വർഷങ്ങളായി ഈ കേസിൽ കോടതിയുടെ പരിഗണനയിൽ തന്നെയായിരുന്നു. ഇന്നാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. ഈ വിധി പ്രകാരം സർക്കാർ ഗവർണർ 6 മാസത്തിനകം പുനഃപരിശോധിക്കണം, അതായത് ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്നതാണ് ഹൈക്കോടതി ഫുൾ ബെഞ്ച് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 209 തടവുകാരിൽ പലരും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാത്തവരാണ് എന്നാണ് ഹർജിക്കാർ കോടതിയെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച വിശദീകരണം AG അടക്കമുള്ളവർ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ കോടതി വാദത്തിനിടെ AGയോട് ഇത്തരത്തിൽ വിട്ടയച്ച തടവുകാരുടെ ശിക്ഷാ കാലാവധി സംബന്ധിച്ച വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും എത്ര കാലം തടവിൽ കിടന്നു എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കണക്ക് പ്രകാരം അല്ലെങ്കിൽ 10 വർഷത്തിലധികം ജയിലിൽ കിടന്നു എന്ന ഈ കണക്ക് പൂർത്തീകരിച്ചിട്ടില്ല, പലരും ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഉത്തരവ് റദ്ദാക്കുകയും 6 മാസത്തിനകം ഗവർണറോട് പുനഃപരിശോധന നടത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്ത് പരിശോധനയ്ക്ക് ശേഷം ഇവർ ഈ കോടതികൾ വിധിച്ച ശിക്ഷ പൂർത്തിയാക്കാത്തവരാണെങ്കിൽ വീണ്ടും ഇവരെ തിരികെ ജയിലിൽ പ്രവേശിപ്പിക്കാനും അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളിലേക്ക് മുതിരാനുമാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഷബ്ന, ഇതിൽ പലരും രാഷ്ട്രീയ തടവുകാരായിരുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള രാഷ്ട്രീയ തടവുകാരടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 209 പേരിൽ ഉൾപ്പെട്ടിരുന്നു. ഇവരുടെ വിശദമായ കണക്കുകൾ തന്നെ AG ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. 14 വർഷം പൂർത്തിയായത് 5 പേർ, അതായത് ജീവപര്യന്തം ശിക്ഷ വിധിച്ചവർ ഇതിലുണ്ടായിരുന്നു. ഇതിൽ 14 വർഷം പൂർത്തിയായത് 5 പേർ മാത്രമാണെന്നും ഇവരിൽ 111 പേർ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്ന് മോചിതരായവരാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ AG ഹൈക്കോടതിയെ സമർപ്പിച്ചിരുന്നു. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട 209 തടവുകാരെയാണ് ഈ 2011 കാലയളവിൽ മോചിപ്പിച്ചത്. ഇതിൽ 100-ൽ താഴെ ആളുകൾ മാത്രം താഴെയുള്ള ആളുകളെ മാത്രമാണ് വിട്ടയച്ചത് എന്നായിരുന്നു AGയുടെ വാദം. എന്നാൽ ഇത്തരത്തിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാത്തവരാണ് പലരും എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഷബ്ന, ഇതിലിപ്പോൾ ഇനി ഗവർണർ 6 മാസത്തിനകം പരിശോധന നടത്തണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഗവർണർ എന്തായാലും ഇതിൽ ഇനി പ്രധാനമായും പരിശോധിക്കുക? വിട്ടയച്ച ആളുകൾ ആരൊക്കെയാണ്, അവർ എത്ര ശിക്ഷ അനുവദിച്ചു എന്ന കാര്യങ്ങളാണോ ഗവർണർ പരിശോധിക്കുക, അതിനുശേഷം നടപടിയെടുക്കുക? തീർച്ചയായും അത്തരത്തിലുള്ള പരിശോധന തന്നെയാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗവർണറോട് ഇവരുടെ ശിക്ഷാകാലാവധി, അതായത് കീഴ്ക്കോടതികളും മറ്റും വിധിച്ച ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷാ കാലാവധി സംബന്ധിച്ച പരിശോധനയാണ് ഗവർണർ നടത്തേണ്ടത്. ഈ വിട്ടയച്ചവർ കോടതികൾ വിധിച്ച ശിക്ഷ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇവരെ ജയിലിൽ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയ ആക്ഷേപം തന്നെ ഇത്തരത്തിൽ 2011 ഈ ഉത്തരവിനെതിരെ ഉണ്ടായിരുന്നു. VS സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഉണ്ടായത്. 14 വർഷം തടവ് അനുഭവിച്ചത് 5 പേർ പോലും ഇല്ല എന്നതായിരുന്നു ഹർജിക്കാർ കോടതിയിൽ സമർപ്പിച്ച ആരോപണത്തിൽ ഒന്ന്. ജീവപര്യന്തം വിധിക്കപ്പെട്ട 209 തടവുകാരെയാണ് ഇക്കാലയളവിൽ മോചിപ്പിച്ചത് എന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. മാത്രമല്ല 10 വർഷം ശിക്ഷ അനുഭവിച്ച 100-ൽ താഴെ മാത്രമുള്ള ആളുകളെയാണ് വിട്ടയച്ചത് എന്നതായിരുന്നു സർക്കാരിന്റെ ഒരു വാദം. എന്നാൽ ഇത്തരത്തിൽ ഇതിനിടയിൽ 36 തടവുകാരെ മോചിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഒരു ശുപാർശ ഗവർണർക്ക് നേരത്തെ നൽകിയിരുന്നു. അത് ഗവർണർ മടക്കുന്ന ഒരു സാഹചര്യം ഇതിനിടയിൽ ഉണ്ടായി. അതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു 209 പേരെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനം. സർക്കാരിന് ഇതിന് അധികാരമുണ്ടെന്നും 2011 ഫെബ്രുവരി 2-ന് അന്നത്തെ സർക്കാർ ഇത്തരത്തിൽ തടവുകാരെ മോചിപ്പിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു AG കോടതിയെ അറിയിച്ചത്. 10 വർഷം ശിക്ഷ പൂർത്തിയാക്കിയവരെയാണ് അന്ന് വിട്ടയച്ചത് എന്നും പട്ടിക സഹിതം AG അറിയിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ
യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ട ശിക്ഷ, അതായത് കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ അനുഭവിക്കാതെയാണ് പല രാഷ്ട്രീയ തടവുകാരെ അടക്കം വിട്ടയച്ചത് എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ കണ്ണൂരിൽ നിന്ന് 45 പേരെയും, ചീമേനിയിൽ നിന്ന് 24, വനിതാ ജയിലിൽ നിന്ന് 1, പൂജപ്പുരയിൽ നിന്ന് 28 തുടങ്ങിയ കണക്കുകളായിരുന്നു അന്ന് കോടതിയിൽ ഈ വിട്ടയച്ച തടവുകാരെ സംബന്ധിച്ചുള്ള കണക്കുകൾ നൽകിയിരുന്നത്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ 10 വർഷത്തിലധികം കിടന്ന തടവുകാരെ വിട്ടയച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. VS സർക്കാരിന്റെ കാലത്താണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുത്തിരുന്നത്.